മക്കളെ, അഖിലേട്ടന് നല്ല ഫീലായിട്ടുണ്ട് കേട്ടോ. അഖിലേട്ടന് വല്ലാതെ ഫീലായിട്ടുണ്ട്. അഖിലേട്ടൻ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്നലകളിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ അവർ, അതായത് ഇന്നലകളിൽ അഖിലേട്ടനോടൊപ്പം മുസ്ലിം സമുദായം ഉണ്ടായിരുന്നു. മുസ്ലിം സമൂഹം അദ്ദേഹത്തോടൊപ്പം വലിയ താല്പര്യപൂർവ്വം അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്നു അല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലകൾ ഉണ്ടായിരുന്നു, അദ്ദേഹം സമ്മതിച്ചിട്ടാണ് പറയുന്നത്. ഇന്നലകളിൽ അഖിലേട്ടനോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മതമോ അദ്ദേഹത്തിൻ്റെ വിശ്വാസമോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമോ ഒന്നും അദ്ദേഹത്തോടൊപ്പം മുസ്ലിം സമുദായം ചേർന്ന് നിൽക്കുന്നതിന് യാതൊരു തടസ്സമില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ ഈ 2020 ഇന്ത്യയുടെ ഭാഗമായ ആ നിമിഷം, ആ മൊമെന്റിൽ അവരെന്നെ തെറി വിളിക്കാൻ തുടങ്ങി. ആരായിരിക്കും തെറി വിളിച്ചത്? നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, നമ്മളാരും തെറി വിളിച്ചിട്ടില്ല. പക്ഷേ അഖിലേട്ടൻ തന്നെ പറഞ്ഞു ഇന്ത്യയുടെ ഭാഗമായതിനു ശേഷമാണ് തെറി വിളിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വിളിച്ചിട്ടില്ല. അഖിലേട്ടൻ ഒപ്പം ഉണ്ടായിരുന്നു. അഖിലേട്ടൻ സമ്മതിച്ചു, അഖിലേട്ടനോടൊപ്പം മുസ്ലിം സമുദായം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾക്കാർ എല്ലാം തന്നെ ഞാൻ BJP-യുമായി ചേർന്നു എന്ന് പറഞ്ഞവർ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അഖിലേട്ടനോട് തുറന്നു പറഞ്ഞു. അഖിലേട്ടൻ ലവ് യു എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ശേഷം എന്താ സംഭവിച്ചത്? എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. BJP-യുടെ ഭാഗമായത് മുതൽ തെറി വിളിക്കാൻ തുടങ്ങി. തെറി വിളിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശരിയല്ല, ഒട്ടും ശരിയല്ല. നമ്മളാരും ഇന്ന് വരെ അഖിലേട്ടനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് എടുത്തു പറയാണ്, തെറി വിളിച്ചെങ്കിൽ മോശമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അഖിലേട്ട, നിങ്ങൾ ഹിന്ദു മതവിശ്വാസിയാണ്, നിങ്ങൾ ബിഗ് ബോസ് താരമാണ്, നിങ്ങൾ പല കഴിവുകളുള്ള പ്രതിഭയാണ്, അപ്പോഴൊക്കെ നിങ്ങളോട് വലിയ ഇഷ്ടം പ്രകടിപ്പിക്കുക, നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന ഒരു സമൂഹം നിങ്ങളെ എതിർക്കാൻ തുടങ്ങി എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ BJP പോയാൽ അങ്ങനെ എതിർക്കുമോ? ഇല്ല. BJP പോകുന്ന സമയത്ത് ഒരു മനുഷ്യനുണ്ടാകുന്ന ചില വൈകല്യങ്ങളുണ്ട്. ആ വൈകല്യം ഞാൻ എണ്ണി പറയേണ്ട കാര്യമില്ല, അഖിലേട്ടനിൽ നിന്ന് തന്നെ അത് വ്യക്തമാകും. നോക്കിയോ, കാശ്മീർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട, വെടിയേറ്റ് മരണപ്പെട്ട അല്ലെങ്കിൽ വീരമൃത്യു അടഞ്ഞ രാമേന്ദ്രേട്ടന്റെ വീട്ടിൽ ഞാൻ പോയി ഒരു ഫോട്ടോയുടെ സ്റ്റോറി ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടു. അതിന്റെ അടിയിൽ വന്നിട്ട് തെറി വിളിക്കുകയാണ്. അഖിലേട്ട, കാശ്മീർ പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമേന്ദ്രൻ്റെ വീട്ടിൽ അഖിലേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള ഒരു യഥാർത്ഥ മുസൽമാനും അങ്ങേ തെറി വിളിക്കത്തില്ല. 100% ഈ നാട്ടിലുള്ള ഈ ബഹുസ്വര സമൂഹത്തിലെ എല്ലാവരും, ഈ നാട്ടിലെ RSSകാരും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെ നിങ്ങൾ ഒരു രാമേന്ദ്രൻ്റെ വീട്ടിൽ പോയാൽ എന്താ പ്രശ്നം? ആ കൊല്ലപ്പെട്ട 80 പേരും അല്ലെങ്കിൽ 70 പേരും നമ്മുടെയൊക്കെ സഹോദരങ്ങൾ തന്നെയല്ലേ? സത്യത്തിൽ അവിടെ കൊല്ലപ്പെട്ടത് ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവരാണോ? രക്ഷിക്കാൻ പോയവർ കൊല്ലപ്പെട്ടില്ലേ? മുസ്ലിമീങ്ങൾ സംരക്ഷണം കൊടുത്തില്ലേ? പാകിസ്ഥാൻ ഈ പഹൽഗാമിൽ നടത്തിയ ഈ ഭീകരാക്രമണം ഭീകരവാദം തന്നെയാണ്, തനിച്ച തീവ്രവാദം തന്നെയാണ്, ശുദ്ധ തെമ്മാടിത്തരമാണ്. ആർക്കാ സംശയമുള്ളത്? ഈ പ്രവൃത്തിയിൽ അവർ ഏർപ്പെടുമ്പോഴും ഇതിൻ്റെ ഇരയാക്കപ്പെട്ട മനുഷ്യർ ഓടി ഒളിച്ചപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുത്തത് പോലും മുസ്ലിമീങ്ങളാണ് എന്ന്, കാശ്മീരിലെ സാധുക്കളായ മുസ്ലിമീങ്ങളാണെന്ന് തന്നെ എത്ര റിപ്പോർട്ടുകൾ വന്നു. നമ്മുടെ നാട്ടിലുള്ള എത്ര ആളുകൾ അംഗീകരിച്ചു. അതിൽ ഇരയാക്കപ്പെട്ട മനുഷ്യർ പോലും അതിൻ്റെ ആ പ്രശ്നത്തിൻ്റെ ഭാഗമാകേണ്ടി വന്ന മനുഷ്യർ തന്നെ തുറന്ന് സമ്മതിച്ചതല്ലേ? ഇനി അഖിലേട്ടൻ ഇനി ശ്രദ്ധിച്ചോ, നിങ്ങൾ എന്നെ വ്യക്തിപരമായിട്ട് തെറി വിളിച്ചോ. ഞാൻ ആ വീട്ടിൽ പോയ ഒരു ഫോട്ടോ ഇടുമ്പം നമ്മുടെ ഈ രാജ്യത്ത് മതം നോക്കി, ഇതാണ് പ്രശ്നം. ഈ പാറ്റേൺ ഉണ്ടല്ലോ, ഇപ്പം അഖിലേട്ടൻ പറയുന്ന പാറ്റേൺ. ഞാനൊരു സൈനികനോടൊപ്പം ഫോട്ടോ എടുത്തപ്പോൾ എന്നെ വന്ന് തെറി വിളിക്കുന്നു, ഞാൻ ചന്ദനക്കുരു തൊട്ടപ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നു, ഞാൻ ഇതുവരെ ഒരു പ്രശ്നമില്ല അമ്പലത്തിൽ പോയതിനു ശേഷം എന്നെ ക്രൂരം. ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞ ടീം എടുക്കുന്ന സ്ഥിരം നമ്പരാ. അഖിലേട്ടൻ ഇത് എടുക്കലോടുകൂടി, അതായത് അഖിലേട്ടൻ ഈ പറയപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൂടി അഖിലേട്ടൻ അല്ലാതായി മാറുകയാണ്. ഏട്ടൻ അല്ലാതായി മാറുകയാണ്. വേറെ എന്തോ ഒരു മനുഷ്യൻ, അതായത് നമ്മളിപ്പോൾ ഈ കണ്ട ചില വെറും ചാവാലികളായും വർത്താനം പറയുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. ഇതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വെറും താറ സംസാരം. ഇപ്പം ഗുരുവായൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ച സംസാരം കണ്ടില്ലേ? ഏത് മനുഷ്യൻ ഇത് മുഖവിലേക്ക് എടുക്കും? ഏത് മനുഷ്യൻ? സുരേന്ദ്രനൊക്കെ പറയുന്നത് പോലെ മുസ്ലിയാക്കന്മാർ തുപ്പിയിട്ടാണ് ഇവിടെ ഹലാൽ ഭക്ഷണം കൊടുക്കുന്നത് പറഞ്ഞ അതേ സുരേന്ദ്രൻ തന്നെ ഇപ്പം മലബാറിലെ മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയി നോമ്പുറക്ക് ഭക്ഷണം കഴിച്ചില്ലേ? തുപ്പിയിട്ടാ കൊടുത്തേ. ഇതുമാതിരിയുള്ള ചവറ് വർത്താനം, ഈ പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അംഗത്വം എടുത്തിട്ടുള്ള അവരുടെ നേതാക്കന്മാരെ വർത്താനാണ്. അതേ വർത്താനം തന്നെ ഇപ്പം അഖിലേട്ടനിൽ രൂപപ്പെട്ടില്ലേ? ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങളെ ജനങ്ങൾ എതിർക്കുന്നത്. എന്തുകൊണ്ടറിയോ? നിങ്ങൾ ഈ കേരളീയ മനസ്സിനോടൊപ്പം ആകത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നാം തരം ഒരു വിവരമില്ലാത്ത ഒരു വടക്കേ ഇന്ത്യക്കാരൻ, ഈ പാൻ മസാലയും കഴിച്ചുകൊണ്ട് നടക്കുന്ന, യാതൊരുവിധ ബോധമില്ലാതെ അപരമത വിദ്വേഷം പച്ചക്ക് പ്രസംഗിച്ചു നടക്കുന്ന, വാട്ടർ ടാങ്കിൽ വിഷം കലക്കി, നമ്മൾ വാർത്ത കണ്ടതല്ലേ? ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ, മുസ്ലിമായ പ്രിൻസിപ്പലിനെ പുറത്താക്കാൻ വേണ്ടി അവിടുത്തെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കിയത് അഖിലേട്ടൻ കണ്ട ആ വാർത്ത വായിച്ചിട്ടില്ലായിരുന്നു? അത്രയും ക്രൂര മനസ്സുള്ള ചില മനുഷ്യരുണ്ട്. ആ മനുഷ്യരിലേക്ക് നിങ്ങൾ രൂപപ്പെടുന്നു എന്നുള്ളതാ. പിന്നെ മറ്റേ പലരും പറയുന്ന മുണ്ട് പൊക്കി നോക്കി വെടിവെച്ച് കൊന്ന ഒരു ഇന്ത്യൻ പൗരൻ, ഒരു മലയാളിയെ
അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ പോയി അവരെ കണ്ട ഒരു ഫോട്ടോ കണ്ടിട്ട് പോലും ഇവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആർക്ക് സഹിക്കാൻ കഴിയുന്നില്ല? ഇത് കള്ളമാണ്. അഖിലേട്ടനെ തെളിയിക്കാൻ പറ്റുന്നില്ല, പച്ചക്കള്ളമാണ്. അഖിലേട്ടൻ ഒരു വിഭാഗത്തെ ഈ കരിനീരിൽ നിർത്താൻ വേണ്ടി അങ്ങ് നടത്തുന്ന അഭ്യാസമാണ് ഇതെല്ലാം. ഇതൊന്നും റിയാലിറ്റി അല്ലെന്ന് എല്ലാ മനുഷ്യർക്കും അറിയാം. ഞങ്ങളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിമുകളല്ലേ. പിന്നെ തീവ്രവാദം ഭീകരവാദം ഒക്കെ ഒരു സമൂഹത്തിന്റെ കുത്തകയാക്കി വെക്കുമ്പം അഖിലേട്ട ഈ ഒരാഴ്ച, ഇപ്പൊ 7 ദിവസം എണ്ണി നോക്കൂ, ഈ ഒരാഴ്ചക്കുള്ളിൽ 6 പേരെയാണ് പാകിസ്ഥാന് ഇന്ത്യയുടെ രഹസ്യം ഒറ്റിക്കൊടുത്തതിന്. ഈ ഒരാഴ്ച, ഈ ഒരു മാസത്തെ കണക്കല്ല, ഈ ഒരു വർഷത്തെ കണക്കുമല്ല, ഈ ഒരാഴ്ച പിടിച്ചത്. അതിലൊന്നര മീര പ്രജാപതി, 30 വയസ്സുള്ള മീര പ്രജാപതി. അതുകൊണ്ട് പ്രിയപ്പെട്ട അഖിലേട്ടനോട് പറയാണ്, നമ്മുടെ നാട് മറ്റു നാടുകളെ അപേക്ഷിച്ച് പാരസ്പര്യവും സ്നേഹവും സഹവർത്തിത്വം ഒക്കെ നിലനിൽക്കുന്ന നാടാണ്. ഇലക്ഷൻ വരും പോകും, ജയിക്കേണ്ടവർ ജയിക്കും, തോക്കേണ്ടവർ തോക്കും. ജയിക്കാൻ വേണ്ടി കാണിക്കുന്ന അഭ്യാസങ്ങളുടെ ഭാഗമാണ് ഇതെന്നൊക്കെ അറിയാം. പക്ഷേ നാളെ ഇതൊക്കെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലെ പച്ചയായ മനുഷ്യർ തമ്മിലാണ് ഇതിൻ്റെ പേരിൽ ഭിന്നിക്കേണ്ടി വരുന്നത്. ഇപ്പം നിലവിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ച് അത് വീണ്ടും കത്തിക്കരുത്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അങ്ങ് എവിടെ പോയാലും അതൊന്നും ഇവിടുത്തെ മനുഷ്യരെ ബാധിക്കുന്ന വിഷയമല്ല. അങ്ങ് ആരെ കണ്ടാലും എവിടെ പോയാലും അതൊന്നും മനുഷ്യരെ ബാധിക്കുന്ന വിഷയമല്ല. അങ്ങ് ഏത് സൈനികൻ്റെ വീട്ടിൽ പോയാലും ഏത് മൃത്യു വരിച്ച മനുഷ്യൻ്റെ വീട്ടിൽ പോയാലും അതിനൊന്നും ഇവിടെയുള്ള യഥാർത്ഥ മനുഷ്യരാരും തെരുവിളിക്കത്തില്ല. അത് ഉറപ്പാണ്. അങ്ങക്ക് അത് തെളിയിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഈ സാധനമൊക്കെ നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ആ ടൂൾ നിങ്ങളെടുത്ത് കാണിച്ച് അഭ്യാസം കാണിക്കരുത്. അതുകൊണ്ട് ആദരവും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാണ്, അഭ്യാസം കുറക്കണേ. നിങ്ങളുടെ ഇലക്ഷൻ അത് വിജയിക്കാൻ വേണ്ടിയുള്ള അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യൂ. ഈ അഭ്യാസങ്ങളൊക്കെ ഒഴിവാക്കും.